ഹലോ ഹായ് ഹായ് ഗായ്സ്. അപ്പോ നമ്മൾ ഇന്ന് ചെന്നൈ വന്നിട്ട് നമ്മള് കുറേ നാളെ ആഗ്രഹിച്ച ഒരു സ്ഥലമാണ് നമ്മുടെ സുദർശൻ ചേട്ടന്റെ തത്തവളർത്തൽ കേന്ദ്രം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. സോറി, സുദർശൻ ചേട്ടന്റെ കുറെ സുദർശൻ ഹൗസ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോ എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും അവിടെ പോവുക കാണാൻ എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെന്നൈ വന്നിട്ട് ഏകദേശം കുറച്ച് മാസങ്ങളായി. പക്ഷെ നമുക്ക് ഇന്നാണ് അതിനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പൊ നമ്മൾക്ക് ചവക്കുന്ന പോലെ ചവക്കുന്നത് ശ്രീദേവി. ഞാൻ അഞ്ചര അപ്പന്ന മമ്മി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിരിക്കാം. ബൈ ബൈ. പോവാണ്. ചേട്ടാ ചേട്ടന്റെ പേര് പറഞ്ഞേ. ഇല്ലേ പറഞ്ഞേ. ഹായ് പറഞ്ഞേ. அண்ணா சப்ஸ்கிரைப் பண்ணணும் யூடியூப் சேனல் ஓகேவா? கண்டிப்பா பண்றேன். அண்ணாவோட பேரு சொல்லு. ராஜ்பாய். രാജ്ഭായ്. ഓ അണ്ണ നമ്മളെ 150 രൂപയ്ക്ക് തത്തേനെ കാണിക്കാനുണ്ട്. ചേട്ടൻ എവിടെ സ്ഥലം? കോഴിക്കോടാ. ഞങ്ങള് കോഴിക്കോടാ. ചെന്നൈ പാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ തത്തകൾക്ക് കൊടുക്കാൻ നിലക്കടലേക്ക് വാങ്ങിയിട്ട് പോവാം. അവിടെ എത്തിയപാടെ കുറച്ച് നേരം അവിടുത്തെ ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ആചാരം. ഞങ്ങളെല്ലാവരും ഗെയിമൊക്കെ കളിച്ച് നല്ല രീതിക്ക് തോറ്റുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ പോകുമ്പോൾ അതേപോലെ തന്നെ ലൈറ്റ് കളർ ഡ്രസ്സസ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ തത്തകൾ നമ്മളടുത്തോട്ട് വരൂ എന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. एक दो बाकी रखना. നെക്സ്റ്റ് ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ടെറസിലേക്ക് പോയി. അരി നിലക്കടലയൊക്കെ സോക്ക് ചെയ്തിട്ട് അത് പലകകളിൽ നിരത്തി വെച്ചിട്ടാണ് അവർ തത്തകളെ ഫീഡ് ചെയ്യുന്നത്. ശരിക്കും ഇത്രയും വലിയ ചെന്നൈ സിറ്റീൻ്റെ നടുക്ക് ഇത്രയേറെ തത്തകളെ കാണാമെന്നുള്ളത് നമുക്കെല്ലാം ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അവിടുത്തെ ചേച്ചിയുടെ എന്തൊക്കെയോ സൈൻ ലാംഗ്വേജ് ഒക്കെ കാണിച്ചിട്ടാണ് അവർ തത്തകളെ അങ്ങോട്ട് വിളിക്കുന്നതും അത് തിരിച്ച് പറക്കുന്നതും ഒക്കെ ഞങ്ങൾ അങ്ങനെയാണ് കണ്ടത്. അവിടെ വരുന്ന തത്തകളെ കുറിച്ചും അതിൻ്റെ ബ്രീഡിനെ കുറിച്ചും അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനെ തത്തേനെ കാണുന്ന സമയത്ത് സുദർശൻ ചേട്ടൻ നല്ല വൃത്തിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. 16 വർഷമായിട്ട് അദ്ദേഹം ഈ തത്തകളെ ഫീഡ് ചെയ്യുന്നുണ്ട് അവിടെ വെച്ചിട്ട്. ஏன்னா என் ஆத்மா மேல நல்லா போகணும் இல்லையா? நம்ம ஆத்மா நல்லா போனா எனக்கு என்ன வேணும்னா இந்த ஏதோ பிறந்தோ இறந்தோன்னு கூடாது, ஒரு நல்லது பண்ணிட்டு போலாமே. ஏன்னா ஏதோ ஒன்று ஆசை இருக்கு. വിസിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഫീസും വാങ്ങുന്നില്ല എന്നാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത.